Next question നോക്കുക. Find the sum to indicated number of terms in each of the GP in exercise 7 to 10. ഓക്കെ, 7 തൊട്ട് 10 വരെയുള്ള ക്വസ്റ്റ്യനിൽ ജി പി തന്നിട്ടുണ്ടാവും. ഓക്കെ, ജി പിൻ്റെ ലാസ്റ്റിൽ എത്ര ടേംസിൻ്റെ സമ്മാണ് നമുക്ക് കാണണ്ടേ അത് തന്നിട്ടുണ്ടാവും. ഓക്കെ, ഇവിടെ ഫസ്റ്റ് ടേം എന്താണ്? ഇതാണ് നമ്മുടെ ജി പി അല്ലേ. ജി പിയിലത്തെ ഫസ്റ്റ് ടേം എന്താണ്? 0.15. അതാണ് നമ്മുടെ ഫസ്റ്റ് ടേം. ഓക്കെ, ആൻഡ് കോമൺ റേഷ്യോ എങ്ങനെ കാണുക? സെക്കൻഡ് ടേം ബൈ ഫസ്റ്റ് ടേം അല്ലേ. അതായത് A2 ബൈ A1 ദറ്റ് ഈസ് ഈക്വൽ ടു 0.015 ബൈ 0.15. ഓക്കെ, പോയിൻറ്റിനെ കളയാം. ഓക്കെ, അപ്പോൾ എന്ത് കിട്ടും? ഓക്കെ, ഈ ടേമിന് എങ്ങനെ എഴുതാം? 15/1000 അല്ലേ. ഇവിടെ പോയിൻ്റ് കഴിഞ്ഞിട്ട് എത്ര ഡിജിറ്റാണ്? 3 ഡിജിറ്റ്. അതുകൊണ്ട് നമ്മൾ 3 സീറോസാണ് ഇടേണ്ടത്. ഓക്കെ, അതൊക്കെ നിങ്ങൾക്ക് അറിയുണ്ടാവും. ഡിവൈഡഡ് ബൈ ഇവിടെ എന്ത് ചെയ്യാം? 15 പോയിൻ്റ് കഴിഞ്ഞിട്ട് 2 പോയിൻ്റ് കഴിഞ്ഞിട്ട് എത്ര ഡിജിറ്റ്? 2 ഡിജിറ്റ്. അതുകൊണ്ട് നമ്മൾ 2 സീറോസ് ചെയ്തു. ഓക്കെ, അപ്പോൾ എന്ത് കിട്ടും? 15/1000 ഇൻറ്റു 100/15. ഓക്കെ, 15s ക്യാൻസലായി പോയി, 2 സീറോ ഇവിടെ ക്യാൻസലായി പോയി. അപ്പോൾ എന്ത് കിട്ടും? 1/10. ഓക്കെ, അപ്പോൾ R എന്ന് പറയുന്നത് 1/10 എന്നാണ് കിട്ടിയത്. ദറ്റ് ഈസ് ഈക്വൽ ടു 0.1. ഓക്കെ, ആൻഡ് ഇവിടെ R ഇസ് ലെസ് ദാൻ 1 എന്നാണ് കിട്ടിയത്. അപ്പോൾ സം എങ്ങനെ കാണാം? Sn ഇസ് ഈക്വൽ ടു A ഇൻറ്റു 1 മൈനസ് R⁻n ബൈ 1 മൈനസ് R. ഇതാണ് നമ്മുടെ ഫോർമുല വെൻ R ഇസ് ലെസ് ദാൻ 1 അല്ലേ. നമുക്ക് കാണേണ്ടത് ഫസ്റ്റ് 20 ടേംസിൻ്റെ സമ്മാണ്. അതായത് S20 ആണ് നമുക്ക് കാണേണ്ടത്. ഓക്കെ, ദറ്റ് ഇസ് ഈക്വൽ ടു എയുടെ വാല്യൂ എന്താണ്? 0.15 ഇൻറ്റു 1 മൈനസ് R എന്താ? 0.1 ഹോൾ റേസ് ടു n ഇസ് 20 ബൈ 1 മൈനസ് 0.1. ഓക്കെ, ജസ്റ്റ് ഇത് സോൾവ് ചെയ്തെടുക്കുക. അപ്പോൾ എന്ത് കിട്ടും? 0.15 ബൈ ഇവിടെ എന്താവും? 0.9 അല്ലേ, ഇൻറ്റു 1 മൈനസ് 0.1 റേസ് ടു 20. ഓക്കെ, ഇപ്പോൾ ഇവിടെ പോയിൻ്റ് കളയാം. ഓക്കെ, 0.15 ബൈ 0.9ൽ നിന്ന് പോയിൻ്റ് കളയുമ്പോൾ എന്ത് സംഭവിക്കും? ഇവിടെ പോയിൻ്റ് കളയുമ്പോൾ 15/100 അല്ലേ. ഇവിടെ ഡിവൈഡഡ് ബൈ 9/10. ഓക്കെ, അപ്പോൾ എന്ത് കിട്ടും? 15/100 ഇൻറ്റു 10/9. ഓക്കെ, സീറോസ് ക്യാൻസലായി പോയി. ഇപ്പോൾ ഇവിടെ എന്ത് കിട്ടും? 10 ഇൻറ്റു 9 ഇസ് 90. ഓക്കെ, 15ൽ 6 ടൈംസ് ആണ് 90. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതെന്ത് കിട്ടി? ദറ്റ് ഈസ് 1/6 ഇൻറ്റു 1 മൈനസ് 0.1 റേസ് ടു 20. ഓക്കെ, സോ ദിസ് ഇസ് അവർ ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനും ഇതേപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് 8th ക്വസ്റ്റ്യൻ ചെയ്യാം. ഓക്കെ, 8th ക്വസ്റ്റ്യൻ ചെയ്യുക. ഒരു സീക്വൻസ് തന്നിട്ടുണ്ട്. n ടേംസിൻ്റെ സമ്മാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പോൾ ഫസ്റ്റ് ടേം എന്താണ് ഇവിടെ? ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് √7 ആണ്. ആൻഡ് കോമൺ റേഷ്യോ എന്താണ്? A2 ബൈ A1 ദറ്റ് ഈസ് ഈക്വൽ ടു √21/√7 ദറ്റ് ഈസ് ഈക്വൽ ടു ഇതിന് ഒരു റൂട്ടിൻ്റെ ഉള്ളിലാക്കുക. ഓക്കെ, അപ്പോൾ 21/7. ഇപ്പോൾ 7ൽ 3 ടൈംസ് ആണ് 21. അപ്പോൾ നമുക്ക് R എന്താണെന്ന് കിട്ടി? √3. ഓക്കെ, √3 എന്തായാലും ഗ്രേറ്റർ ദാൻ 1 ആണല്ലോ. √3ൻ്റെ വാല്യൂ 1.73 ഒക്കെ ആണല്ലോ. അപ്പോൾ √3 ഈസ് ഗ്രേറ്റർ ദാൻ 1. അപ്പോൾ സം എങ്ങനെ കാണാം? Sn ഇസ് ഈക്വൽ ടു A ഇൻറ്റു R⁻n മൈനസ് 1 ബൈ R-1. ഓക്കെ, R ഗ്രേറ്റർ ദാൻ 1-നൊക്കെ ഈ ഫോമിൽ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ, അപ്പോൾ n ടേംസിൻ്റെ സം തന്നെയാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ ജസ്റ്റ് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. എയുടെ വാല്യൂ എന്താണ്? √7 ആണ്. ഇൻറ്റു R ഇസ് √3 ഹോൾ റേസ് ടു n മൈനസ് 1 ബൈ R ഇസ് √3 മൈനസ് 1. ഓക്കെ, അപ്പോൾ ഡിനോമിനേറ്ററിൽ √3 മൈനസ് 1 ആണ് വന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കോൺജുഗേറ്റ് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ. അപ്പോൾ √3 പ്ലസ് 1 ബൈ √3 പ്ലസ് 1. ഓക്കെ, നമുക്കറിയാം ഡിനോമിനേറ്ററിൻ്റെ കേസ് നോക്കാം. A മൈനസ് ബി ഇൻറ്റു A പ്ലസ് ബി എന്താണെന്നറിയാം? ദറ്റ് ഈസ് ഈക്വൽ ടു A സ്ക്വയർ മൈനസ് ബി സ്ക്വയർ അല്ലേ. അപ്പോൾ ഇവിടെ എയുടെ ഭാഗത്ത് എന്താ ഉള്ളത്? √3. ഓക്കെ, അപ്പോൾ √3 സ്ക്വയർ മൈനസ് ബിയുടെ ഭാഗത്ത് 1. ഓക്കെ, 1 സ്ക്വയർ. ഓക്കെ, √3 സ്ക്വയർ എന്ന് പറയുന്നത് 3 ആണ്. ആൻഡ് മൈനസ് 1 ഇസ് 2. ഓക്കെ, 3 മൈനസ് 1 എന്താ? 2 അല്ലേ. അപ്പോൾ നമുക്ക് ഡിനോമിനേറ്റർ എന്തായി മാറി? 2 ആയി മാറി. ഓക്കെ, അപ്പോൾ എന്ത് കിട്ടും? ഇപ്പോൾ ഇവിടെ √7/2 ഇൻറ്റു √3 റേസ് ടു n മൈനസ് 1 ഇൻറ്റു √3 പ്ലസ് 1 കിട്ടി. ഓക്കെ, ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് ഇതാണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു √7/2 ഇൻറ്റു ഇയാളിനെ ഇങ്ങോട്ട് കൊണ്ടുവരികയാണ്.
√3 + 1 ഇൻറ്റു ഇയാളിനെ നമ്മൾ റൂട്ടിനെ നമുക്ക് 3⁻1/2 എന്ന് എഴുതാമല്ലോ. √3 തന്നെയാണ് 3⁻1/2 ആണല്ലോ. നമ്മൾ ഈ √3നെ 3⁻1/2 എന്ന് എഴുതാണ്. ഓക്കെ, കിട്ടും 3⁻1/2 (n - 1). ഓക്കെ, ഇപ്പോൾ ഇവർ ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? n/2 എന്നായി മാറും. ഇത് 1/ൻ്റെ ബാക്കിൽ ഇങ്ങനെയാണ്, അതുകൊണ്ടാണ് ഇവിടെ വരെ എത്തിച്ചത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ Sn. ഓക്കെ, നോക്കുക, ഇപ്പോൾ ചെയ്ത പോലെ തന്നെയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഒരു GP തന്നിട്ടുണ്ട്, അതിൻ്റെ സം കാണണം. ഫസ്റ്റ് n ടേംസിൻ്റെ സമ്മാണ് നമുക്ക് കാണേണ്ടത്. ഇവിടെ ഒരു കണ്ടീഷൻ തന്നിട്ടുണ്ട്, a is not equal to -1. ഓക്കെ, a ഒക്കെ വന്നിട്ടുണ്ട്. a എന്ന് പറയുന്നത് -1 ആവാൻ പാടില്ല എന്ന്. ഓക്കെ, a -1 ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇവിടെ മൈനസ് ഇൻറ്റു -1. ഓക്കെ, അപ്പോൾ എന്തായി മാറും? 1 ആയി മാറും. ഓക്കെ, ഇവിടെ -1² എന്ന് പറയുന്നത് 1 ആണ്. ഓക്കെ, ഒക്കെ 1 ആയി മാറും. അപ്പോൾ കോമൺ റേഷ്യോ എന്ന് പറയുന്നത് a2/a1 ആണ്. അപ്പോൾ 1/1 വരും, ദാറ്റ് ഈസ് ഈക്വൽ ടു 1. അപ്പോൾ സമ്മിൻ്റെ ഫോമുലയിൽ ഇട്ട് കൊടുക്കുമ്പോൾ ഇവിടെ താഴെ എന്ത് വരും? ഡിനോമിനേറ്ററിൽ r എന്ന് പറയുന്നത് 1 എന്നാണല്ലോ കിട്ടിയത്. അപ്പോൾ 1 - 1 എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. ഓക്കെ, അപ്പോൾ സംതിങ് എത്ര വലിയ നമ്പർ ഡിവൈഡഡ് ബൈ 0 ആയി കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് നോട്ട് ഡിഫൈൻഡ് അല്ലേ. അതുകൊണ്ടാണ് ഇവിടെ കണ്ടീഷൻ തന്നോക്കുന്നത് a is not equal to -1. ഓക്കെ, ഈ ടേം എന്താണ്? ഫസ്റ്റ് ടേം 1 ആണ്. ആൻഡ് കോമൺ റേഷ്യോ ഇസ് -a/1, ദാറ്റ് ഈസ് ഈക്വൽ ടു -a. ഓക്കെ, അപ്പം നമുക്ക് r എന്ന് പറയുന്നത് -a ആയിട്ട് കിട്ടി. ഇവിടെ a എന്ന് പറയുന്നത് 1 ആണ്. അപ്പം നമുക്ക് എന്ത് കിട്ടും? -1 എന്നാണ് കിട്ടുക. എയുടെ ഭാഗത്ത് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ r എന്ന് പറയുന്നത് -1 ആണ്, ദാറ്റ് ഈസ് <<1. ഓക്കെ, അപ്പോൾ നമ്മളുടെ സമ്മിൻ്റെ ഫോമുല എന്തായിരിക്കും? ദാറ്റ് ഈസ് ഈക്വൽ ടു a ഇൻറ്റു 1 - r⁴n ബൈ 1 - r. ഓക്കെ, ഈ ഫോമുലയാണ് ഉപയോഗിക്കേണ്ടത് വെൻ r is <<1. ഓക്കെ, ഇവിടെ ഇങ്ങനെ ആറിൻ്റെ വാല്യൂ ഇങ്ങനെ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട കേട്ടോ. ഞങ്ങൾക്ക് ഏത് സമ്മിൻ്റെ ഫോമുലയാണ് ഉപയോഗിക്കേണ്ടതെന്ന് അറിയാൻ വേണ്ടിയിട്ട് മാത്രം അങ്ങനെ ചെയ്തതാണ്. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് n ടേംസിൻ്റെ സമ്മാണ്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് a r ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ എന്ത് കിട്ടും? a എന്ന് പറയുന്നത് 1 ആണ്. 1 ഇൻറ്റു 1 മൈനസ് r എന്ന് പറയുന്നത് -a⁴n ബൈ 1 - r. r എന്ന് പറയുന്നത് എന്താണ്? -a. ഓക്കെ, അപ്പോൾ എന്ത് കിട്ടും? നമുക്ക് Sn is equal to 1 - -a⁴n ബൈ 1 - a. ഇവിടെ എന്താ അങ്ങനെ എഴുതാഞ്ഞത്? പ്ലസ് എനിക്കിങ്ങനെ എഴുതിക്കൂടെ? 1 + a⁴n എഴുതാറുന്നല്ലോ. അതെന്താ എഴുതാഞ്ഞത്? അത് ഡിപ്പെൻഡ്സ് ഓൺ ദിസ് n അല്ലേ. എന്നിൻ്റെ വാല്യൂ ഇപ്പോൾ ഓഡ് ആണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുക? ആണെന്നുണ്ടെങ്കിൽ മൈനസ് റിമെയിൻ ചെയ്യും. എന്നിൻ്റെ വാല്യൂ ഈവൻ ആയിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ മൈനസ് മാറി പ്ലസ് ആയി പോകും. ഓക്കെ, അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ചെയ്യാഞ്ഞത്, അങ്ങനെ തന്നെ ഇട്ടത്. ഓക്കെ, 10th ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ നമുക്ക് സം തന്നെയാണ് കാണേണ്ടത്. ഓക്കെ, അതുപോലെ തന്നെയാണ് നമുക്ക് ചെയ്യേണ്ടത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഫസ്റ്റ് ടേം എന്താണ്? x³ ആണ്. r എന്ന് പറയുന്നത് എന്താണ്? x⁵5/x³. ഓക്കെ, ക്യാൻസലൊക്കെ ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും? x². ഓക്കെ, അപ്പോൾ r എന്ന് പറയുന്നത് x² എന്നാണ് കിട്ടിയത്. a എന്ന് പറയുന്നത് x³ ആണ് കിട്ടിയത്. ഓക്കെ, നമുക്ക് സം കാണാം. ഫസ്റ്റ് n ടേംസിൻ്റെ സമ്മാണ് കാണേണ്ടത്. അപ്പോൾ Sn is equal to a ഇൻറ്റു 1 - r⁴n ബൈ 1 - r. ഓക്കെ, അപ്പോൾ എന്ത് കിട്ടും? a എന്ന് പറയുന്നത് എന്താണ്? x³ അല്ലേ. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു x³ ഇൻറ്റു 1 - r എന്ന് പറയുന്നത് x² ആണ്. x²⁴n ബൈ 1 - r എന്ന് പറയുന്നത് x². ഓക്കെ, അപ്പോൾ എന്ത് കിട്ടും? x³ ഇൻറ്റു 1 - ഇവിടെ എന്ത് കിട്ടും? x⁴2n. ഓക്കെ, 2 × n ഓക്കെ ബൈ 1 - x². ഓക്കെ, നമുക്ക് സം കിട്ടി. ഫസ്റ്റ് n ടേംസിൻ്റെ സമ്മാണ് ഇത്. ഓക്കെ.